So, welcome to the economics class. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയാ എക്കണോമെട്രിക്സിലെ കുറച്ച് MCQs ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പാർട്ട് 2 നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനായാലും UGC നെറ്റിനാണെങ്കിലും സെറ്റ് എക്സാംസിനാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ മൈക്രോ എക്കണോമിക്സ് ആണ്. സോ മൈക്രോ എക്കണോമിക്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the law of demand states that an increase in the price of a good, option A, increases in the supply of that good, decreases in the quantity demanded for that good, increases in the quantity supplied for that good, none of these answer. എന്താണ് ഉത്തരം? നമുക്കറിയാം അല്ലെ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ there is an inverse relationship between the price and quantity demanded. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, so the law of demand states that the quantity demanded varies inversely with the price of that commodity. ഒരു കമ്മോഡിറ്റി പ്രൈസിനോട് കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കൂടും എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. സോ ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ആരാണ്? ഈ കോൺസെപ്റ്റ് ഡിമാൻഡ്, ദ കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് ഈസ് ഗിവൻ ബൈ ആൽഫ്രഡ് മാർഷൽ ആണ് ഇൻ 1890. 1890 ആൽഫ്രഡ് മാർഷൽ ആണ് എന്ത് ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് 1800 ലോ ഓഫ് ഡിമാൻഡ് അല്ല, ദ ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. സോ 1890 ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്കിലാണ് ഡിമാൻഡിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തത്. സോ കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് വാസ് ഗിവൻ ബൈ ആൽഫ്രഡ് മാർഷൽ ഇൻ ഹിസ് ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ ഇസ് ഡിക്രീസസ് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദാറ്റ് ഗുഡ് അല്ലെ? ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയും, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ് ദാറ്റ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ്, ഓപ്ഷൻ എ നൺ ഓഫ് ദീസ് ആൻസേഴ്സ്, ഓപ്ഷൻ ബി ഇൻക്രീസസ് ഇൻ ദി ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് ദാറ്റ് ഗുഡ്, ഓപ്ഷൻ സി ഡിക്രീസസ് ഇൻ ദി decreases in the demand for that good, option D decreases in the quantity demanded for that good. എന്താണ് ഓപ്ഷൻ മീൻസ് ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ ഡിമാൻഡ് പ്രൈസും തമ്മിൽ എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്നാണ് പറഞ്ഞത്. സോ സപ്ലൈയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസ് ഓഫ് ദ കമോഡിറ്റിയും തമ്മിൽ എന്താണ്, ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. സോ ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ് ദാറ്റ് എ ക്വാണ്ടിറ്റി സപ്ലൈഡ് വാരീസ് ഡയറക്ട്ലി വിത്ത് ദ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. സോ അപ്പം സപ്ലൈയുടെ സാധനത്തിന്റെ വില കൂടി എന്ത് സംഭവിക്കും? സപ്ലൈയും എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇൻക്രീസ് ചെയ്യും അല്ലെ? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഒന്ന് കൂടിയ മറ്റതും കൂടും, ഒന്ന് കുറഞ്ഞാൽ മറ്റതും കുറയും. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ടോപ്പ് 2 ബി ആണ് ആൻസർ. അടുത്തത്, ഇഫ് ആൻ ഇൻക്രീസിംഗ് കൺസ്യൂമേഴ്സ് ഇൻകം ലീഡ് ടു ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ ക്യാമ്പിംഗ് എക്യുപ്മെന്റ്. ഒരു ക്യാമ്പിംഗ് എക്യുപ്മെന്റിന്റെ കൺസ്യൂമറിന്റെ ഇൻകം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സോ ഡിമാൻഡ് എന്താണ്? ക്യാമ്പിംഗ് എക്യുപ്മെന്റിന്റെ ഡിമാൻഡിന് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് മീൻസ് അത് ഏത് ഗുഡാണ്? അങ്ങനെയാണെങ്കിൽ ക്യാമ്പിംഗ് ഗുഡ് ഏത് ഗുഡാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നത് ഏത് കമ്മോഡിറ്റീസിനാണ്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നത് ഏത് കമ്മോഡിറ്റീസിനാണ്? ഇൻഫീരിയർ ഗുഡ്സിനാണ് അല്ലെ? അതൊരു ഇൻഫീരിയർ ഗുഡാണ്. ക്യാമ്പിംഗ് ഗുഡ് ഒരു ഇൻഫീരിയർ ഗുഡാണ്. അതുകൊണ്ടാണ്
കൺസ്യൂമറിന്റെ ഇൻകം കൂടിയപ്പോൾ അതിന്റെ ഡിമാൻഡ് കുറഞ്ഞത്. ഇപ്പം ഇൻകം കൂടുമ്പോൾ നമ്മുടെ ഡിമാൻഡ് കുറയുന്ന കമ്മോഡിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷിഫ്റ്റ് ദ ഡിമാൻഡ് കർവ് ഫോർ ദ വാച്ചസ് ടു ദ റൈറ്റ്? എപ്പോഴാണ് വാച്ചസ്, നമുക്കറിയാം കയ്യിലിടുന്ന വാച്ചസ്, അതിന്റെ ഡിമാൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷിഫ്റ്റ് ദ ഡിമാൻഡ് ഫോർ ദ വാച്ചസ് ടു ദ റൈറ്റ്? അപ്പം ഏതാ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് വാച്ചസ്, നൺ ഓഫ് ദീസ് ആൻസർ. A decreases in the prices of watch batteries if watch batteries and watches are complement. A decrease in the consumer's income if watches are normal good. എന്താണ് ഇവിടെ ആൻസർ? നമുക്കറിയാം നമ്മുടെ ഡിമാൻഡ് കർവ് രണ്ട് രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാം, രണ്ട് തരത്തിൽ ഷിഫ്റ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? റൈറ്റിലോട്ടും ഷിഫ്റ്റ് ചെയ്യാം, ലെഫ്റ്റിലോട്ടും ഷിഫ്റ്റ് ചെയ്യാം, അല്ലെ? റൈറ്റിലോട്ടും ഷിഫ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടും ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. സോ എപ്പോഴാണ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റിലോട്ട് എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റിയുടെ അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസസ് കുറയുമ്പോഴും റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? കൺസ്യൂമറിന്റെ പ്രൈസ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ടും. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോൾ ലെഫ്റ്റിലോട്ടും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വാച്ചസ് ഡിമാൻഡ് ഫോർ വാച്ചസ് ടു ദ റൈറ്റ് അല്ലെ, ഷിഫ്റ്റ്സ് ദ ഡിമാൻഡ് ഫോർ ദ വാച്ചസ് ടു ദ റൈറ്റ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ, അതായത് വാച്ചസിന്റെ ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്തായിരിക്കും കാരണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആണ് ഷിഫ്റ്റ് ചെയ്യിക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് ഏതാണ്? Decrease in the prices of watch battery if the watch batteries and watches are complementary goods. Okay, വാച്ച് ബാറ്ററീസിന്റെ പ്രൈസ് കുറഞ്ഞു. സോ എന്തുകൊണ്ടാണ്? വാച്ച് ബാറ്ററി വാച്ചസും കോംപ്ലിമെന്ററി ആയതുകൊണ്ട് തന്നെ വാച്ച് ബാറ്ററിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ വാച്ചസിന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, a decrease in the consumer's income, an inferior good is one for which an increase in the income causes. An inferior good is one which an increase in the income causes. Inferior good എന്താന്ന് നമുക്കറിയാം. ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയുന്ന കമ്മോഡിറ്റിയാണ്. സോ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് അല്ലെ. ഇൻകം കൂടുമ്പോൾ, കൺസ്യൂമറിന്റെ ഇൻകം കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും. Next question. If a small percentage increase in the price of a good greatly reduces the quantity demanded for that good, for that good is income elastic, B price inelastic, income inelastic, price inelastic, price elastic, unit price elastic. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ് അല്ലെ. പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ള ആ ഒരു പ്രപ്പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ആ റെസ്പോൺസീവ്നെസ് ആണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്മോൾ പെർസെന്റേജ് ഉണ്ട്. ഒരു ഗുഡിന്റെ പ്രൈസിൽ ഒരു ചെറിയ ഇൻക്രീസ് ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയിൽ വലിയൊരു പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അത് ക്വാണ്ടിറ്റിനെ ഗ്രേറ്റ്ലി റെഡ്യൂസ് ചെയ്യാൻ, ആ കമ്മോഡിറ്റിയുടെ ഗുഡിന്റെ ക്വാണ്ടിറ്റി ഗ്രേറ്റ്ലി റെഡ്യൂസ് ആവാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിക് ആണ് അല്ലെ. നെക്സ്റ്റ് 7. Price elasticity of demand is defined as
എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് of a good divided by the percentage change in prices of that good. That is what is called as the elasticity of income. Okay, the percentage change in quantity demanded. ഇവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോറി ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം അല്ലെ? സോ നമ്മുടെ ആൻസർ എന്താണ്? വായിക്കട്ടെ. Price elasticity of demand is defined as, correct ആണ്. Price elasticity of demand എന്ന് പറഞ്ഞാൽ എന്താണ്? Percentage change in quantity demanded to the percentage change in price ആണ്. So C തന്നെയാണ് correct answer. എനിക്ക് മാറിപ്പോയതാണ്, സോറി. സോ C ആണ് correct answer. Percentage change in quantity demanded of a good divided by the percentage change in price of that good. 8th question. In general, flatter demand curve will more likely to be. Demand curve flatter ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ, പ്രൈസ് ഭയങ്കര ഇലാസ്റ്റിക് ആവുമ്പോഴാണ് എന്താവുന്നത്? ഫ്ലാറ്റർ ആവുന്നത്. നമ്മുടെ ഡിമാൻഡ് കർവ് ഫ്ലാറ്റർ ആവും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In general, steeper supply curve is more likely to be. Just opposite. അതായത് ഫ്ലാറ്റർ ഡിമാൻഡ് കർവ് ആവുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിക് ആവുമ്പോഴാണ് ഫ്ലാറ്റർ ഡിമാൻഡ് കർവ് ആവുന്നത്. സോ സ്റ്റീപ്പർ സപ്ലൈ കർവ് അപ്പൊ എന്തായിരിക്കും? പ്രൈസ് ഇൻഇലാസ്റ്റിക് ആവുമ്പോഴാണ്. ഓക്കെ, സ്റ്റീപ്പർ ആവുന്നത് പ്രൈസ് ഇൻഇലാസ്റ്റിക് ആവുമ്പോഴാണ്. പ്രൈസ് ഇൻഇലാസ്റ്റിക് ആവുമ്പോഴാണ് സ്റ്റീപ്പർ സപ്ലൈ കർവ് ആവും. ഓക്കെ, നെക്സ്റ്റ്, which of the following would cause the demand curve for a good to be inelastic? എപ്പോഴാണ് ഒരു ഗുഡ് ഇൻഇലാസ്റ്റിക് ആവുന്നത്? അതിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇൻഇലാസ്റ്റിക് ആവുന്നത്? അതൊരു നെസസറി ഗുഡ് ഉണ്ടാവും. നെസസറി ഗുഡ് ആവുമ്പോഴാണ്. കാരണം ക്വാണ്ടിറ്റിയിലോ പ്രൈസിൽ എന്ത് തന്നെ മാറ്റം ഉണ്ടായിക്കോട്ടെ, എന്താണ് അത് നമ്മുടെ നെസസറി ഗുഡ്സിന്റെ പർച്ചേസിനെ ബാധിക്കുന്നില്ല. നമ്മൾ എത്ര പ്രൈസ് ആണെന്നുണ്ടെങ്കിലും നെസസറി ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ മേടിക്കും. സോ പ്രൈസ് ഇൻഇലാസ്റ്റിസിറ്റി ആണ് ഇൻ കേസ് ഓഫ് നെസസറി ഗുഡ്സ്. ഓക്കെ, ഇഫ് ദ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ ടു ഗുഡ്സ് ഇസ് നെഗറ്റീവ്, ദ ഗുഡ്സ് ആർ ലൈക്ലി ടു ബി. ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താ നമുക്കറിയാം അല്ലെ? അപ്പോ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ വൺ കമോഡിറ്റി ടു ദ ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് കമോഡിറ്റീസ് കോൾഡ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെ? അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് വൺ കമോഡിറ്റി ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി. അപ്പൊ ഇവിടെ കോംപ്ലിമെന്ററി ഗുഡ്സിന് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇഫ് ദ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ബിറ്റ്വീൻ ടു ഗുഡ്സ് ഇസ് നെഗറ്റീവ്, ദ ടു ഗുഡ്സ് ആർ കോംപ്ലിമെന്റ്. സിമ്പിൾ, കോംപ്ലിമെന്റ് ആണ് വരിക. അടുത്തത്, if there is excess capacity in production facility that a firm supply curves. എന്താണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ് എക്സസ് കപ്പാസിറ്റി.
എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്താണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ a firm is capable of producing more good than it currently does. കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നതാണ് നമ്മൾ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ എക്സസ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ദർ ഇസ് ആൻ എക്സസ് കപ്പാസിറ്റി, ഫേംസ് സപ്ലൈ കർവ്സ് പ്രൈസ് ഇലാസ്റ്റിക്. സോ പ്രൈസ് ഇലാസ്റ്റിക് ആയിരിക്കും. എക്സസ് കപ്പാസിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫേമിന്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, അടുത്തത് if income elasticity of demand for good is negative, it must be. Income elasticity നെഗറ്റീവ് ആണ്. ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആണ്. അപ്പൊ ആ ഗുഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആയത് ഏതാണ്? ഇൻഫീരിയർ ഗുഡിനാണ്. ഓക്കെ, സോ ഇൻഫീരിയർ ഗുഡിന്റെ ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആണ്. നോർമൽ ഗുഡിന്റെ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇൻഫീരിയർ ഗുഡിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവും നോർമൽ ഗുഡിന്റെ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവുമാണ്. ഓക്കെ, ഇവിടെ അപ്പം ഇൻകം ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് ആവുന്നത് ഇൻഫീരിയർ ഗുഡിന്റെ കേസിലാണ്. നോർമൽ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇഫ് ഇൻപുട്ട് പ്രൈസസ് ഇൻക്രീസ് ഓൾ എൽസ് ഈക്വൽ, ക്വാണ്ടിറ്റി സപ്ലൈഡ് വിൽ ഡിക്രീസ്, സപ്ലൈ വിൽ ഇൻക്രീസ്, സപ്ലൈ വിൽ ഡിക്രീസ്, ഡിമാൻഡ് വിൽ ഡിക്രീസ്. ക്വാണ്ടിറ്റി ഇൻപുട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഒരു സാധനത്തിന്റെ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടാണ്. റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? അതിന്റെ സപ്ലൈ കുറയും അല്ലെ? പ്രൊഡ്യൂസേഴ്സിന് അതിന്റെ റോ മെറ്റീരിയൽസ് ഗുഡ്സ് ഒരിക്കലും എക്സ്പെൻസീവ് ആവും. അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഇൻപുട്ട് പ്രൈസസ് കൂടിക്കഴിഞ്ഞാൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരും. സോ അതിന്റെ സപ്ലൈ എന്ത് ചെയ്യും? കുറയും. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഡിക്രീസസ് ദ സപ്ലൈ ഓഫ് വീറ്റ്? സപ്ലൈ ഓഫ് വീറ്റ്, വീറ്റിന്റെ സപ്ലൈനെ കുറയ്ക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ വീറ്റ്, ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് വീറ്റ്, ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോൺ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് എന്താണ്? യാ, ആൻഡ് ഓപ്ഷൻ ഡി ആണ്, ഇൻക്രീസസ് ഇൻ ദ പ്രൈസസ് ഓഫ് കോൺ. അതെങ്ങനെയാ വരിക? ഇൻക്രീസസ് ഇൻ ദ പ്രൈസ് ഓഫ് കോൺ മീൻസ് കോൺ ബിക്കം മോർ എക്സ്പെൻസീവ് അല്ലെ? കോൺ ഭയങ്കര എക്സ്പെൻസീവ് ആയി എന്നാണ്. സോ ഫാമേഴ്സ് എന്ത് ചെയ്യും? ദേ സ്വിച്ച് ഫ്രം ഗ്രോയിങ് വീറ്റ് ടു ഗ്രോയിങ് കോൺ അല്ലെ? അവര് അത്രയും നാള് വീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കോണിന്റെ പ്രൈസ് കൂടിയപ്പോ കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വീറ്റിനേക്കാളും നല്ലത് എന്ന് ഫാമേഴ്സിന് അവിടെ തോന്നണം. അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. സോ അത് എന്തിനു കാരണമാവും? വീറ്റിന്റെ സപ്ലൈ കുറയ്ക്കാനായിട്ട് കാരണമാവും. സോ ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോൺ. നമ്മളെപ്പോഴും നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ വിലയുള്ളതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ? സോ ഇവിടെ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കോൺ ആണ്. ഓക്കെ, അടുത്ത 16th ക്വസ്റ്റ്യൻ. When the price of product is increased 10%, the quantity demanded decreases as 15%. In this range of price, demand of the product is. അപ്പം ഇവിടെ നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡ് 15 ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് 15 ആണ്. പ്രൈസ് എത്രയാണ്? 10 ആണ്. 10 ആണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് 15, പ്രൈസ് 10 ആണ്. സോ ഇലാസ്റ്റിസിറ്റി എത്രയാണ് ഇവിടെ? 1.5 വരും അല്ലെ? 15/10. സോ ഇവിടെ എന്താ പറയാ? അപ്പം ഇലാസ്റ്റിസിറ്റി എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇലാസ്റ്റിക് അല്ലെ? ഇലാസ്റ്റിസിറ്റി ആണ്, സോറി, പ്രോഡക്റ്റ് ഇസ് ഇലാസ്റ്റിക് ആണ്. പ്രോഡക്റ്റ് ഇസ് ഇലാസ്റ്റിക്. ഓക്കെ, ആൻസർ ഇസ് എ ആണ്. ഗ്രേറ്റർ ചേഞ്ച്, ഇൻഫിനിറ്റ് ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. സോ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇലാസ്റ്റിക് ആണ്. ഈക്വൽ ടു 1 ആണെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Income and substitution effect will encourage, what is the price of product
fall for normal good. ഒരു നോർമൽ ഗുഡിന്റെ എന്താണ് ഒരു നോർമൽ ഗുഡിന്റെ പ്രൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതെന്ന് ചോദിച്ചു. ഓപ്ഷൻ എ, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് വിൽ എൻകറേജ് കൺസ്യൂമർ ടു പർച്ചേസ് മോർ ഓഫ് ദ ഗുഡ്. ബി, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് will encourage the consumer to purchase less of that product. So ഇവിടെ C, substitution effect will encourage the consumers to purchase less of that product, and income effect will encourage them to purchase more. Substitution effect will encourage the consumer to purchase more. ഇവിടെ എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? യെസ്, income and the substitution effect. ഇതാണ് ആൻസർ. ഇൻകം ആൻഡ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് വിൽ ബി എൻകറേജ് ദ കൺസ്യൂമർ ടു പർച്ചേസ് മോർ ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സിറ്റുവേഷൻ? പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോൾ അല്ലെ? സാധനത്തിന്റെ വില, ഒരു നോർമൽ ഗുഡിന്റെ വില കുറയാണ്. വില കുറയുമ്പോൾ എന്ത് സംഭവിക്കൂടാ? നമ്മൾ കൂടുതലായിട്ടും ആ സാധനം മേടിക്കും അല്ലെ? കാരണം നമ്മുടെ റിലേറ്റീവ് ഇൻകം എന്ത് സംഭവിച്ചു? കുറഞ്ഞു, കൂടി. നമ്മുടെ റിലേറ്റീവ് ഇൻകം കൂടി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം കൂടുതൽ പർച്ചേസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീസൺ ഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് work to encourage the consumer to buy less of the product when prices increase. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ലെസ് ഓഫ് ദ പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൈസ് കൂടുമ്പോ എന്ത് സംഭവിക്കും? നമ്മുടെ റിയൽ ഇൻകം കുറയും അല്ലെ? നമ്മൾ ആദ്യം നമുക്ക് ഇപ്പൊ 10 രൂപയ്ക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനം ഇപ്പൊ നമ്മൾ 20 രൂപയ്ക്ക് മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. സോ നമ്മുടെ റിയൽ ഇൻകം എന്ത് ചെയ്യാണ്? കുറയാണ്. സോ ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഹാസ് ബീൻ ഡിക്രീസ്ഡ്. അതാണ് ആൻസർ വരിക. വേറെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. The real income of the consumer has been decreased. The product is now expensive than it before. So നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻകം ഇഫക്റ്റ് അല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? The product is now relatively more expensive than it before. ഇപ്പൊ നമ്മൾ ആദ്യം വാങ്ങിയതിനേക്കാട്ടിലും ആ ഗുഡ് എന്താണ്? റിലേറ്റീവ്ലി മോർ എക്സ്പെൻസീവ് ആണ് അല്ലെ? സോ അതിന്റെ വില കൂടിയപ്പോൾ അതും റിലേറ്റീവ്ലി മോർ എക്സ്പെൻസീവ് ആണ്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ്. നേരത്തെ ഞാൻ ഇൻകം ഇഫക്റ്റ് ആണ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. സോ ഇൻകം എഫക്റ്റ് ആണെങ്കിൽ കൺസ്യൂമേഴ്സ് റിയൽ ഇൻകം ഹാസ് ബീൻ ഡിക്രീസ്ഡ് എന്നായിരിക്കും. ഓക്കെ, ഇൻ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ഇവിടെ ചോദിച്ചിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. സോ ദാറ്റ് ഇസ് പ്രോഡക്റ്റ് ഇസ് നൗ റിലേറ്റീവ്ലി മോർ എക്സ്പെൻസീവ് ദാൻ വാസ് ഇറ്റ് ബിഫോർ. 19th ക്വസ്റ്റ്യൻ. ജോർജ് കൺസ്യൂം ഓൺലി 2 ഗുഡ്സ്. ജോർജ് 2 ഗുഡ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്, ബിസ്ക്കറ്റും അതുപോലെ തന്നെ കോമ്പാക്ട് ഡിസ്കും. സോ രണ്ടും നോർമൽ ഗുഡ് ആണ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം. സോ സപ്പോസ് പ്രൈസ് ഓഫ് ബിസ്ക്കറ്റ് ഡിക്രീസസ്, ബിസ്ക്കറ്റിന്റെ പ്രൈസ് കുറഞ്ഞു. ജോർജ് കൺസംഷൻ ഓഫ് കോമ്പാക്ട് ഡിസ്ക് വിൽ എന്ത് സംഭവിക്കും? ഇൻക്രീസസ് ഡ്യൂ ടു ഇൻകം ഇഫക്ട്, ഇൻക്രീസസ് ഡ്യൂ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട്, ഇൻക്രീസസ് ഡ്യൂ ടു നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, remain unchanged since income elasticity of biscuit is greater than what? ഇവിടെ എന്താണ്? ജോർജിന്റെ കൺസംഷൻ എന്ത് ചെയ്യും? കൂടും അല്ലേ? ബിക്കോസ് ആദ്യം ബിസ്ക്കറ്റും അതുപോലെ തന്നെ സീഡിയും ജോർജ് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. സോ ബിസ്ക്കറ്റിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ സീഡി മേടിക്കാം. സോ ഇൻക്രീസസ് ഡ്യൂ ടു ഇൻകം ഇഫക്റ്റ് അല്ലെ? ജോർജിന്റെ കൺസംഷൻ അവിടെ കൂടാണ് ചെയ്യുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. നമുക്കറിയാം എന്താണ് യൂട്ടിലിറ്റി? ഇറ്റ് ഈസ് എ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. യൂട്ടിലിറ്റി എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? യൂട്ടിൽസ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവറിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഓപ്ഷൻസ്: സമ്മിങ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് ഇസ് കൺസ്യൂംഡ് ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് ഇസ് കൺസ്യൂംഡ്.
ഫസ്റ്റും ലാസ്റ്റും മാത്രമാണോ? അല്ല. മൾട്ടിപ്ലൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ദാറ്റ് ഗുഡ് പ്രോഡക്റ്റ് കൺസ്യൂംഡ് ടൈംസ് ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് അതുമല്ല. സമ്മിങ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഫോർ ഈച്ച് സക്സസീവ് യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് കൺസ്യൂം. അതല്ലേ കറക്റ്റ് ആൻസർ? യാ. എന്താ മാർജിനൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ marginal utility of 1 plus, marginal utility of 2 plus, marginal utility of 3 plus, up to marginal utility of n. നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നു അത്രയും മാർജിനൽ യൂട്ടിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി ചെയ്യുന്നത്. അഡീഷൻ ഓഫ് ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റി ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വാണ്ട് സാറ്റിസ്ഫൈ പവർ ഓഫ് എ കമോഡിറ്റി ആണ്. സോ ഇവിടുത്തെ ആൻസർ സി ആണ്. അഡീഷണൽ ആയിട്ട് 2 പോയിന്റ്സ് കൂടെ പറയാം. അതായത് ഈ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കമോഡിറ്റിയുടെ ബോണ്ട് സാറ്റിസ്ഫൈ പവറിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനെ മെഷർ ചെയ്യുന്നത് എന്തിനാണ്? യൂട്ടിൽസ് ആണ്. അതൊരു ഇമാജിനറി യൂണിറ്റ് ആണ്. ഇത് ഈ ടേം കോയിൻ ചെയ്തത് ജെറമി ബെന്താം ആണ്. ദ ടേം യൂട്ടിലിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് ഫിലോസഫർ ജെറമി ബെന്താം ആണ്. ഓക്കെ, പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ആരാണ്? യൂട്ടിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെറമി ബെന്താം ആണെന്ന് പറഞ്ഞു. പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് സ്റ്റാൻലി ജീവോൺസ് ആണ്. സ്റ്റാൻലി ജീവോൺസ് ആണ്. ജെവോൺസ് എന്ന് ജീവോൺസ് എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്യും. സ്റ്റാൻലി ജെവോൺസ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി ഗെയിൻഡ് ബൈ എ കൺസ്യൂമർ കൺസ്യൂമിങ് 1 or more യൂണിറ്റ് ഓഫ് ദാറ്റ് ഗുഡ്. ഓക്കെ, സോ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ ഈ സക്സസീവ് യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് സം ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളിപ്പം 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.